വിപണിയിൽ പുതിയൊരു മോഡലിനെ അവതരിപ്പിക്കുമെന്ന് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. കോമ്പാക്ട് SUV ശ്രേണിയിലേക്കാണ് വാഹനത്തെ അവതരിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള ട്രൈബറിന്റെ കയറ്റുമതി പ്രഖ്യാപിക്കുന്ന പരിപാടിയിലാണ് കമ്പനി CEO വെങ്കിട്ടറാം മാപ്പിള്ള ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അടുത്തിടെ വിപണിയിലെത്തിയ പുതിയ MPV മോഡലായ ട്രൈബറിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഈ ആത്മവിശ്വാസമാണ് പുതിയ വാഹനത്തെ വിപണിയിൽ അവതരിപ്പിക്കാൻ പ്രചോദനം നൽകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റെനോ HBC എന്ന രഹസ്യനാമമുള്ള പുതിയ കോമ്പാക്ട് SUV 2020 ഓട്ടോ എക്സ്പോയിൽ ആഗോളതലത്തിൽ പുറത്തിറക്കും. അടുത്ത വർഷം അവസാനത്തോടെ വാഹനം ഇന്ത്യൻ വിപണിയിൽ വിൽപ്പനയ്ക്കെത്തും. ട്രൈബറിനും കിഡ് ഫേസ് ലിഫ്റ്റിനും ശേഷം ഫ്രഞ്ച് ബ്രാൻഡിൽ നിന്നുള്ള മൂന്നാമത്തെ പുതിയ മോഡലായിരിക്കും പുതിയ വാഹനം. HBC എന്ന രഹസ്യനാമം നൽകി നിർമ്മാണം പുരോഗമിക്കുന്ന ഈ വാഹനത്തിന്റെ പേര് കിങ്ങർ എന്നായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അമേരിക്കയിലുള്ള കരുത്തുറ്റ ഒരിനം കുതിരയുടെ പേരാണ് കിങ്ങർ. ഇന്ത്യയിൽ മാരുതി വിറ്റാര ബ്രീസ, ടാറ്റ നെക്സോൺ എന്നീ വാഹനങ്ങളാണ് കിങ്ങറിന്റെ എതിരാളികൾ. കിഡിനും ട്രൈബറിനും അടിസ്ഥാനമൊരുക്കുന്ന CMF-A പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ വാഹനം ഒരുങ്ങുന്നത്. എതിരാളികളെക്കാൾ കുറഞ്ഞ വിലയും ഉയർന്ന കരുത്തും വാഹനത്തിൽ നൽകുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ട്രൈബറിൽ നിന്നും ഡസ്റ്ററിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഡിസൈൻ ആയിരിക്കും കിങ്ങറിനും ലഭിക്കുക. 3 തട്ടുകളായുള്ള ഗ്രില്ല്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, സ്കിഡ് പ്ലേറ്റ്, വീതിയേറിയ ബോണറ്റ്, ബ്ലാക്ക് ക്ലാഡിംഗ് തുടങ്ങിയവ വാഹനത്തിന്റെ സവിശേഷതകളാകും. മറ്റ് സവിശേഷതകൾ ഒന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ട്രൈബറിനോട് സാമ്യമുള്ള അകത്തളം തന്നെയാകും കിങ്ങറിനും ലഭിക്കുക. 1 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനായിരിക്കും വാഹനത്തിന്റെ കരുത്ത്. ഈ എഞ്ചിൻ 71 bhp കരുത്തും 96 Nm ടോർക്കും സൃഷ്ടിക്കും. 5 സ്പീഡ് മാനുവൽ AMT ട്രാൻസ്മിഷനുകളും വാഹനത്തിൽ ഇടം പിടിക്കും. അതേസമയം തങ്ങളുടെ നിരയിൽ നിന്നും 2020 ഡീസൽ പതിപ്പുകളുടെ വിൽപ്പന അവസാനിപ്പിക്കുമെന്ന് റെനോ ഔദ്യോഗികമായി അറിയിച്ചു. ട്രൈബറിന് വിപണിയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മാന്ദ്യത്തിനിടയിൽ പോലും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ വാഹനത്തിന് സാധിച്ചു. ഒറ്റ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രം എത്തുന്ന വാഹനത്തിൽ പുതിയൊരു എഞ്ചിൻ പതിപ്പിനെ കൂടി അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി.